ഹലോ ഫ്രണ്ട്സ്, സിമ്പിൾ ട്രേഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൂവിങ് ആവറേജസിനെ കുറിച്ചാണ്. മൂവിങ് ആവറേജസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വിംഗ് ട്രേഡിങ്ങിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവിങ് ആവറേജസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് നമുക്ക് രണ്ട് മൂവിങ് ആവറേജസ് ആണ് വേണ്ടത്. ഒന്ന് 50 മൂവിങ് ആവറേജസും രണ്ടാമത്തത് 200 മൂവിങ് ആവറേജസും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാം. ഇതിനകത്ത് ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാം. അതിൻ്റെ ഇമേജസ് നമുക്ക് നോക്കാം. ഗോൾഡൻ ക്രോസ് ഓവറിനകത്ത് സ്വിംഗ് ട്രേഡിനകത്ത് എടുക്കുന്ന ഒരു കാര്യമാണ് 200 മൂവിങ് ആവറേജും 50 മൂവിങ് ആവറേജും. എപ്പോഴാണ് 200 മൂവിങ് ആവറേജസിനെ 50 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുന്നത്, അതിനെ ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് വിളിക്കും. ആ സമയത്ത് നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ സ്റ്റോക്കിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് അതിൻ്റെ ട്രെൻഡ് ചേഞ്ച് ചെയ്ത് ട്രെൻഡ് ചേഞ്ച് ആയി എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് നമുക്ക് ഈ ഗോൾഡൻ ക്രോസ് ഓവറിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇതിനെ ഡെത്ത് ക്രോസ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നമുക്കിവിടെ കാണാം. അതായത് എപ്പോഴാണ് 200 മൂവിങ് ആവറേജിനെ 50 മൂവിങ് ആവറേജ് താഴത്തേക്ക് ക്രോസ് ചെയ്യുന്നത്, അതിനെ ഡെത്ത് ക്രോസ് ഓവർ എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ക്രോസ് ഓവറിൽ നമുക്ക് മൂവിങ് ആവറേജസ് തരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇവിടെ 50 മൂവിങ് ആവറേജസും 200 മൂവിങ് ആവറേജസ് നമുക്കിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 50 മൂവിങ് ആവറേജസ്. ഇതിനകത്ത് സ്റ്റൈല് നമ്മൾ ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 200 മൂവിങ് ആവറേജ് നമ്മൾ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്, 1 ഡേ ചാർട്ടാണ്. ഇപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ 200 മൂവിങ് ആവറേജിനെ 50 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ ഡെത്ത് ക്രോസ് ഓവർ ആണ് ഇപ്പോൾ നിഫ്റ്റിയിലുള്ളത്. അപ്പോൾ മാർക്കറ്റ് നിഫ്റ്റി ഓൾമോസ്റ്റ് ഇപ്പോഴും സെല്ലിംഗ് പ്രഷറിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ ക്രോസ് ഓവർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രീവിയസ്ലി നമുക്കിവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം 50 മൂവിങ് ആവറേജിൽ എന്തോ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. പിന്നെ ഇവിടെയാണ് കൊറോണ വന്ന സമയത്താണ് പിന്നൊരു ഡെത്ത്ലി ക്രോസ് ഓവർ വന്നിരിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് 200 മൂവിങ് റേഞ്ച് ക്രോസ് ചെയ്ത് വീണ്ടും 200 മൂവിങ് റേഞ്ചിൽ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് നല്ല ഒരു റേഞ്ചിൽ മാർക്കറ്റ് ട്രാവൽ ചെയ്തു. അതിന് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൊറോണയ്ക്ക് മുമ്പ് ചെറിയൊരു ക്രോസ് ഓവർ വന്നെങ്കിലും പക്ഷേ 200 മൂവിങ് റേഞ്ച് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് വീണ്ടും അതിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഇവിടെയൊക്കെ ചെറിയൊരു കൺസോൾട്ടേഷൻ വന്നിട്ട് വീണ്ടും അപ്പ് ട്രെൻഡ് തന്നെയായിരുന്നു. പിന്നെ ഒരു ക്രോസ് ഓവർ വന്നിട്ടില്ല. ഇവിടെ ഇതിനു മുമ്പ് 2015 പിന്നെ ഒരു ക്രോസ് ഓവർ വന്ന് മാർക്കറ്റ് കുറച്ച് കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ചെയ്തത്. എന്നാലും കുറച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട്. അപ്പോൾ ഇപ്പോൾ നിഫ്റ്റിക്കകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെത്ത് ക്രോസ് ഓവർ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമല്ല. എപ്പോഴാണ് 200 മൂവിങ് ആവറേജിനെ 50 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുന്നോ അപ്പോൾ നമുക്ക് ആ സ്റ്റോക്കിനകത്ത് ട്രേഡ് എടുക്കാം. ഇപ്പോൾ സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അദാനി പോർട്ടിൻ്റെ ചാർട്ട് നമുക്ക് നോക്കാം. ഇത് ഡെയിലി ചാർട്ടാണ്. മാർക്കറ്റ് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് ക്രോസ് ഓവർ വന്നെങ്കിലും പക്ഷെ അതൊരു എന്താ പറയുക അടുത്തടുത്താണ് ഉള്ളത്. മൂവിങ് ആവറേജ് അടുത്തടുത്താണ് ഉള്ളത്. അതുകൊണ്ട് നമുക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമല്ല. ഇവിടെ മാർക്കറ്റ് ക്രോസ് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് അപ്സൈഡിക്ക് 25% മാർക്കറ്റ് മൂവ്മെൻറ്റ് വന്നു. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വന്ന് എന്നെങ്കിലും ഇപ്പോഴും 200 മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് 50 മൂവിങ് ആവറേജ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അദാനി പോർട്ട് 200 മൂവിങ് ആവറേജിന് മുകളിലാണ് 50 മൂവിങ് ആവറേജ്. അപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇവിടെ ക്രോസ് ഓവർ നടന്ന മാർക്കറ്റ് ഇപ്പോഴും കൺസോൾട്ടേറ്റിങ്ങിലാണ് നമുക്ക് കാണാം. നിഫ്റ്റി ഇപ്പോഴും താഴത്താണ്. നിഫ്റ്റിക്ക് ഡെഡ് ക്രോസ് ഓവർ വന്നു. എന്നാൽ പോലും അദാനി പോർട്ട് ഇപ്പോൾ സ്വല്പം സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറെ നോക്കാം. അപ്പോളോ ഹോസ്പിറ്റൽ നോക്കാം.
അപ്പോളോ ഹോസ്പിറ്റലിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ക്രോസിങ് വന്നു, 200 മൂവ് റേഞ്ചിനെ ക്രോസ് ചെയ്ത് എത്രയോ താഴെ വന്നു മാർക്കറ്റ്. അപ്പോൾ നമുക്ക് ഇതിനകത്തും ഒരു സെല്ലിങ് ഒരു BTST ട്രേഡ് നമുക്ക് അപ്പോളോ ഹോസ്പിറ്റലിനകത്ത് എടുക്കാമായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് നോക്കാം ബജാജ് ഓട്ടോ നമുക്ക് നോക്കാം. ബജാജ് ഓട്ടോയ്ക്കകത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ക്രോസ് ഓവർ വന്ന മാർക്കറ്റ് മുകളിലാണ്. ഇപ്പോഴും ട്രെൻഡ് ഇപ്പോഴും ചേഞ്ച് ആയിട്ടില്ല. 200 മൂവിങ് ആവറേജിന് മുകളിലാണ് 50 മൂവിങ് ആവറേജ്. ഇപ്പോൾ ഭാരതി എയർടെൽ നോക്കാം നമുക്ക്. അപ്പോൾ ഭാരതി എയർടെൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഭാരതി എയർടെലിൽ നമുക്ക് 200 മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് 50 മൂവിങ് ആവറേജ് ഉള്ളതായിട്ട് കാണാം. പക്ഷേ 200 മൂവിങ് ആവറേജിൽ റെസിസ്റ്റൻസ് എടുത്ത് മാർക്കറ്റ് താഴെ വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് കണ്ടോ ഇവിടെ ഒരു ക്രോസ് ഓവർ വന്ന മാർക്കറ്റ് എത്രയോ റാലി ചെയ്തു. ഇത് കൊറോണ സമയത്തുള്ള ഒരു താഴ്ത്തികളാണ്. അതിന് മുമ്പ് ഇവിടെയാണ് 2019 ഏപ്രിൽ 24 ഒരു ക്രോസ് ഓവർ വന്നത്. അതിനുശേഷം എത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അപ് ട്രെൻഡാണ് ഈ ഭാരതി എയർടെലിനകത്തും. പിന്നെ നമുക്ക് വേറെ സ്റ്റോക്ക് നോക്കാം. സിപ്ല നോക്കുകയാണെങ്കിൽ സിപ്ലയ്ക്കകത്തും ഇപ്പോൾ ക്രോസ് ഓവർ വന്നിട്ടില്ല, മുകളിൽ തന്നെയാണ് മാർക്കറ്റ്. ഇവിടെ ക്രോസ് ഓവർ വന്ന് മാർക്കറ്റ് കുറച്ച് ട്രാവൽ ചെയ്തു. നമുക്ക് കാണാം ഇവിടെ ക്രോസ് ഓവർ വന്നതിന് ശേഷം ഓൾമോസ്റ്റ് 13% മാർക്കറ്റ് മുകളിൽ പോയി വീണ്ടും താഴെ വന്ന് കൺസോൾഡേറ്റ് പോലെയാണ്. നമുക്ക് ഡെത്ത്ലി ക്രോസ് ഓവർ നമുക്ക് കണക്കൂട്ടാൻ നമുക്കിപ്പോൾ സാധിക്കില്ല, കാരണം ഇപ്പോഴും മുകളിലാണ് 200 മൂവിങ് റേഞ്ചിൻ്റെ മുകളിലാണ് 50 മൂവിങ് ആവറേജ്. അപ്പോൾ നമുക്ക് ഏത് സ്റ്റോക്കിനകത്ത് ഇങ്ങനെ ക്രോസ് ഓവർ വരുന്നത്, ഇപ്പോൾ ഈ ഒരു കോൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മുകളിലാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമല്ല. അപ്പോൾ മാർക്കറ്റ് 200 മൂവിങ് റേഞ്ചിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ നമുക്ക് ഉണ്ടാവും ഇവിടെ എത്തിയിട്ട് വീണ്ടും ഒരു അപ് ട്രെൻഡ് നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 19% റിട്ടേൺ നമുക്ക് കിട്ടും. ഇവിടെ കണ്ടോ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും ഒരു 10% അല്ല 24% മാർക്കറ്റ് റാലി ചെയ്തതായിട്ട് നമുക്ക് കാണാം. അതും 2-3 ദിവസം കൊണ്ടാണ് മാർക്കറ്റ് റാലി ചെയ്തത്. അപ്പോൾ എപ്പോഴാണ് 200 മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്തിട്ട് 50 മൂവിങ് ആവറേജ് പോകുന്നത്, ആ സമയത്ത് നമുക്ക് ഒരു ട്രെൻഡ് നമുക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എല്ലാ സ്റ്റോക്കിൻ്റെ അടുത്തും ഇപ്പോൾ ഡെത്ത്ലി ക്രോസ് ഓവർ ആണ് കാണിക്കുന്നത്. നിഫ്റ്റിയിലൊക്കെ ഡെത്ത്ലി ക്രോസ് ഓവർ ആണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹിൻഡാൽക്കോൻ്റെ ചാർട്ട് നോക്കുകയാണ്. ഹിൻഡാൽക്കോൻ്റെ ചാർട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു ക്രോസ് ഓവർ ഇപ്പോൾ വന്നിട്ടുണ്ട്, പക്ഷേ മാർക്കറ്റ് ഓൾറെഡി ട്രാവൽ ചെയ്ത് താഴെയാണ്. പിന്നെ ഹിന്ദു HULൻ്റെ ചാർട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ക്രോസ് ഓവർ വന്ന് മാർക്കറ്റ് താഴോട്ട് ട്രാവൽ ചെയ്ത് വീണ്ടും ഒരു റിക്കവറി വന്ന് 200 മൂവിങ് ആവറേജിൽ ഇവിടെ റെസിസ്റ്റൻസ് എടുത്തതായിട്ട് കാണാം. 2 തവണ റെസിസ്റ്റൻസ് എടുത്തു, M പാറ്റേൺ വന്നു, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു, 50 മൂവിങ് ആവറേജ് ടാർഗറ്റ് കൊടുക്കാം. വീണ്ടും 50 മൂവിങ് ആവറേജിൻ്റെ അടുത്ത് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ എപ്പോഴും ഇനി 200 മൂവിങ് ആവറേജ് എപ്പോൾ ക്രോസ് ചെയ്യുന്നോ, എപ്പോഴാണ് 200 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുന്നത്, അപ്പോഴാണ് നമുക്ക് ഇനിയൊരു ഇതിനകത്തൊരു സ്വിംഗ് ട്രേഡൊക്കെ നമുക്ക് ആക്റ്റീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുന്നത്. ഇനി വേറെ HDFC നമുക്ക് നോക്കാം. HDFC ബാങ്ക് അല്ല, HDFC ആണ്. ഇവിടെ ക്രോസ് ഓവർ വന്ന് ഈ ഒരു 15 മൂവിങ് ആവറേജിൽ മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുക്കുന്നതായിട്ട് കാണിക്കുന്നു. ICICI ബാങ്ക് നോക്കുകയാണെങ്കിൽ ക്രോസ് ചെയ്ത് 200 മൂവിങ് ആവറേജിൻ്റെ അവിടെ റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും 50 മൂവിങ് ആവറേജ് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ICICI ബാങ്ക്. ITC നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു ബുൾ റണ്ണിലാണ് ITC. നമുക്ക് കാണാം ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഇവിടെ 200 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് താഴെ വന്നെങ്കിലും 50 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ ഒരു ലെവലിൽ വീണ്ടും ഒരു സപ്പോർട്ട് ക്യാൻഡിൽ വരികയാണെങ്കിൽ നമുക്കിവിടെ ട്രേഡ് എടുക്കാം. ഇപ്പോൾ ITC കണ്ടോ എത്രയോ മുകളിലോട്ട് പോയി. പിന്നെ ഇൻഡസിൻഡ് ബാങ്ക് ക്രോസ് ചെയ്ത് വീണ്ടും 200 മൂവിങ് ആവറേജിൻ്റെ അവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ട് എത്രയോ ദിവസം ഇവിടെ കൺസോളിഡേറ്റ് ചെയ്ത് വീണ്ടും 50 മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത് 50 മൂവിങ് ആവറേജ് റെസിസ്റ്റൻസ് എടുക്കാനായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് മൂവിങ് ആവറേജിൻ്റെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾഡൻ ക്രോസ് ഓവറും ഡെത്ത് ക്രോസ് ഓവറും ആയിട്ടുള്ള ഈ 200 മൂവിങ് ആവറേജും 50 മൂവിങ് ആവറേജും. അപ്പോൾ എല്ലാവരും ഈ സ്വിംഗ് ട്രേഡിനായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്.
സ്റ്റോക്ക് സെലക്ഷൻ നമുക്ക് സ്ക്രീനറിലൊക്കെ നമുക്ക് ഇപ്പോൾ ഫിൽറ്ററൊക്കെ കിട്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഏതൊക്കെ സ്റ്റോക്കാണ് ഇപ്പോൾ ക്രോസ് ഓവർ വരുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.